കോൺഗ്രസിൽ ശശി തരൂരിന്റെ ഇടപെടലുകളാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നതെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസമായി CPIM-നെ അലട്ടുന്നത് പാർട്ടിക്കുള്ളിലെ നേതാക്കളുടെ ലഹരി മാഫിയയുമായുള്ള ബന്ധമാണ്. DYFI നേതാവ് ലഹരി കേസിലെ മുഖ്യപ്രതി ആലിശ്ശേരി മേഖലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണനെ പ്രതി ചേർത്ത് അരക്കോടിയുടെ ലഹരിക്കടത്ത് കേസിൽ 5 മാസത്തിനു ശേഷം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടും നടപടിയെടുക്കാതെ സംരക്ഷണം ഒരുക്കുകയാണ് സംഘടന. വിജയകൃഷ്ണൻ ഉൾപ്പെടെ കേസിലെ 5 പ്രതികൾക്കും ജാമ്യം നിന്നത് CPIM DYFI പ്രവർത്തകരാണ്. ശരണ്യ സ്നേഹജനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, കഴിഞ്ഞ ദിവസം തന്നെ ഇജാസ് ഏതാണ്ട് 1 കോടി രൂപയുടെ ലഹരിയാണ് കേരളത്തിലേക്ക് കടത്തിയത്. അത് തന്നെ ഷാനവാസിന്റെ വാഹനം ഉപയോഗിച്ചാണ് എന്നതിൻ്റെ തെളിവുകളും മറ്റുമൊക്കെ പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. അതിൽ CPIM അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ശരണ്യ മറ്റൊരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രത്തോളം ഗൗരവമായ വിഷയമാണിത്? അഭിലാഷ, ഗുരുതര പ്രശ്നങ്ങളിലൂടെയാണ് ആലപ്പുഴയിലെ CPM-ഉം പ്രത്യേകിച്ച് യുവജന സംഘടനയായ DYFI-യും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്കടത്ത് മാഫിയ ഇത്തരം സംഘടനകളെ മറയാക്കി മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങളും ഒപ്പം തന്നെ തെളിവുകളുമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നൽകാറുള്ളത്. കാരണം ഈ കഴിഞ്ഞ 6 മാസത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 24-ന് പുലർച്ചെ ആലപ്പുഴ നഗരത്തിൽ നിന്നും സൗത്ത് പോലീസ് 1/2 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. കരുനാഗപ്പള്ളിയിലും സമാനമായ കേസ് തന്നെയാണ്. കാരണം കരുനാഗപ്പള്ളിയിൽ എങ്ങനെയാണോ ബാംഗ്ലൂരിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവന്നത്, അതുപോലെ തന്നെയാണ് ഈ ആലപ്പുഴ നഗരത്തിൽ വെളുത്തുള്ളി ചാക്കുകൾക്കടിയിലാണ് 1/2 കോടി രൂപയുടെ നിരോധിത ലഹരി പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തത്. ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോഴാണ് ഞെട്ടുന്നത്. ആദ്യം 1-ാം പ്രതിയായുള്ളത് ഇജാസ് ആണ്. അതായത് കഴിഞ്ഞ കരുനാഗപ്പള്ളി കേസിൽ പിടിച്ച CPM-ന്റെ വലിയമര CBU പടിഞ്ഞാറ് ബ്രാഞ്ച് അംഗം കൂടിയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇജാസിനെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞത്. ഇജാസ് ആണ് മറ്റു കേസിലെയും മുഖ്യപ്രതി. മറ്റൊന്ന് DYFI-യുടെ ആലിശ്ശേരി മേഖല വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ വലിയമരം CPM അംഗവുമായ വിജയകൃഷ്ണനാണ് മറ്റൊരു മുഖ്യപ്രതി എന്നുള്ളതാണ്. വിജയകൃഷ്ണൻ ഇപ്പോഴും DYFI-യുടെ ആലിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹിത്വത്തിൽ തുടരുകയാണ്. ഇവർക്ക് വേണ്ടി ജാമ്യം നിന്നവര് CPM പ്രവർത്തകരും DYFI പ്രവർത്തകരുമാണ്. വിജയകൃഷ്ണൻ, ഇജാസ് ഉൾപ്പെടെയുള്ള 5 പ്രതികൾക്കുമായി ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിലാണ് ഇവരെ അന്ന് വിട്ടത്. ഈ സ്റ്റേഷൻ ജാമ്യത്തിനായി നിന്നത് ആലിശ്ശേരിയിലെ മേഖലാ ആലിശ്ശേരി DYFI മേഖലാ സെക്രട്ടറിയും വലിയമരം വാർഡ് അംഗവുമായ സിനാജ് ഉൾപ്പെടെയുള്ള DYFI ഭാരവാഹികൾ ആണ് ഇവരെ ജാമ്യത്തിനിറക്കാനായി നിന്നതെന്നുള്ളതാണ്. അതായത് പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇവരെ പിടിക്കുമ്പോൾ അപ്പുറത്തുള്ള മറ്റ് DYFI-കാർ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നു, CPM പ്രവർത്തകർ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നു. ഇവരെ എല്ലാവരെയും നയിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് ഷാനവാസ്. ഷാനവാസുമായി അടുത്ത ബന്ധം ഈ പറഞ്ഞ DYFI പ്രവർത്തകരും CPM പ്രവർത്തകരും പുലർത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ദൃശ്യങ്ങളിലെ ഷാനവാസിന്റെ പിറന്നാൾ ആഘോഷത്തിൽ ഉള്ള ആളുകളാണ് ഇവരെല്ലാം എന്നുള്ളതാണ്. അതായത് കരുനാഗപ്പള്ളി കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആലപ്പുഴയിലെ ഓഗസ്റ്റിൽ പിടിച്ച ഈ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് എന്നുള്ളതാണ്. ആ കേസിലെ പ്രതികൾ പലരും ഈ കരുനാഗപ്പള്ളി കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ CPM എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചാൽ ഒരു നടപടിയും ഈ പ്രവർത്തകർക്കെതിരെ എടുത്തിട്ടില്ല. ജാമ്യത്തിൽ ഇറക്കാനായി, ലഹരി കേസിലെ പ്രതികളെ ജാമ്യത്തിൽ ഇറക്കാനായി സ്റ്റേഷനിൽ ഹാജരാകുന്ന അടക്കമുള്ള ആളുകൾ, സ്റ്റേഷൻ ജാമ്യം നൽകുന്ന ആളുകൾ ഉൾപ്പെടെ CPM-ന്റെയും DYFI-യുടെയും ഭാരവാഹിത്വത്തിലുള്ള ആളുകൾ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നൽകാനുള്ളത്. മാത്രമല്ല, ഈ കൃത്യമായി പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നുള്ള വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിൽ വളരെ അധികം ആളുകൾ ഇതിനകത്ത് കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആകുന്നതിന്റെ ദൃശ്യങ്ങളും തെളിവുകളുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഇജാസ് ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു കേസ് ഉണ്ടായത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ പുറത്താക്കുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണെങ്കിൽ ഈ ആലിശ്ശേരി CPM DC ഓഫീസിന്റെ മൂക്കിൻ തുമ്പത്ത് കിടക്കുന്ന ആലിശ്ശേരി അടക്കമുള്ള മേഖലകളിലെ പ്രവർത്തകരും ഭാരവാഹികളും DYFI ഭാരവാഹികളും CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഈ കേസുകളിൽ എങ്ങനെ പ്രതികളായി, ഇത് CPM അറിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഈ കഴിഞ്ഞ തുമ്പോളിയിലെ അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലോക്കൽ കമ്മിറ്റി വരെ ചർച്ച ചെയ്തു ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട കേസ്. ഞാൻ ശരണ്യയിലേക്കും വിശദാംശങ്ങളിലേക്കും വളരെ പെട്ടെന്ന് വരാം. ഇപ്പോൾ ലിജു, കോൺഗ്രസ് നേതാവ്, ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ലിജു, ഇതിപ്പോൾ തുടർച്ചയായി
CPIM-ന്റെ നേതാക്കൾ അല്ലെങ്കിൽ CPIM-മായി ബന്ധപ്പെട്ടിട്ടുള്ള വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കൾ ആണ് പ്രതിപട്ടികയിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇജാസിനെ പോലീസ് പിടികൂടുന്നത്. ഇജാസ് ഉപയോഗിച്ച വാഹനമാകട്ടെ ഷാനവാസിൻ്റെതാണ്, അത് കരാറിന് നൽകിയതാണ് എന്ന തരത്തിലൊക്കെയുള്ള വിശദീകരണം വരുന്നു. ഇപ്പോൾ ഈ ജയകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 മാസത്തിന് ശേഷം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടും ഒരു തരത്തിലുമുള്ള സംഘടനാ നടപടി പോലും ഉണ്ടായിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ ജില്ലയിൽ ആലപ്പുഴയിൽ നടക്കുന്നത്? ഇപ്പൊ ആലപ്പുഴയിലെ മാത്രം ഒറ്റപ്പെട്ട കാര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. സംസ്ഥാന വ്യാപകമായി ഭരണം ഉപയോഗിച്ചുകൊണ്ട് CPM-ന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട പല യുവജന വിദ്യാർത്ഥി സംഘടന എന്നുള്ള അവരുടെ പാർട്ടി ലീഡേഴ്സ് വളരെ വൻതോതിൽ പണം സമ്പാദിക്കുന്നുണ്ട്. അതിലൊരു പ്രധാന സ്രോതസ് മയക്കുമരുന്ന് കച്ചവടമാണ്. ഈ മയക്കുമരുന്ന് ലഹരി കച്ചവടങ്ങൾക്ക് പാർട്ടിയുടെ ഭരണം എല്ലാ സംരക്ഷണവും നൽകുന്നു. ഇതിപ്പോ ആലപ്പുഴക്കാർക്ക് ഇത് പുതുമയൊന്നുമല്ല. ജയകൃഷ്ണനും അല്ലെങ്കിൽ ഷാനവാസും ഇജാസും ഇതൊക്കെ ഒരു വലിയ കണ്ണിയുടെ വലിയൊരു ചങ്ങലയുടെ ഭാഗം മാത്രമാണ്. ഇതിന്റെയൊക്കെ തലപ്പത്ത് ഉന്നത നേതാക്കന്മാരുണ്ട്. പേരെടുത്ത് പറയുന്നത് ഈ അവസരത്തിൽ അനുചിത്യവും ആയതുകൊണ്ട് മാത്രമാണ് പേരെടുത്ത് പറയാത്തത്. ഇവരുടെയൊക്കെ വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ഭൂമിയുടെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഇനിയിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഇപ്പോ നേരത്തെ കുറ്റാരോപിതനായ പലരുടെയും പേരിൽ ഈ നോട്ട് പിൻവലിക്കലിന്റെ സമയത്ത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കേണ്ടതാണ്. വൻതോതിൽ പണം ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതിന്റെ പേരിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കേസുകളും അന്നു മുതൽ തന്നെ ഇവരൊക്കെ സംശയത്തിന് നിഴലിലാണ്. വലിയ സാമ്പത്തിക ഇടപാടുകൾ, സംശയിക്കത്തക്ക തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ ഇവരെല്ലാം ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു വലിയ സാമ്പത്തിക മാഫിയാണ് ഈ നാട് തന്നെ ഭീഷണിയായിരിക്കുന്ന ഒരു മാഫിയാണ് ഈ ആളുകൾ. അതിശക്തമായ നടപടിയാണ് ആവശ്യം. തീർച്ചയായും ഇതിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം ഉയരുമോ? അതായത് ഈ വിജയകൃഷ്ണനെ പോലെയുള്ളവരൊക്കെ ഇപ്പോഴും അവിടെ മൊത്തത്തിൽ കേരളം ഇന്നലെ KPCC എക്സിക്യൂട്ടീവ് തന്നെ ഈ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്തിരുന്നു. സംസ്ഥാന വ്യാപകമായി CPM ഉപയോഗപ്പെടുത്തുന്ന ഈ മയക്കുമരുന്ന് മാഫിയ റാക്കറ്റിനെതിരായി കേരള വ്യാപക പ്രതിഷേധത്തിന് KPCC തയ്യാറെടുക്കുകയാണ്. അതുകൂടാതെ നിരവധി ആളുകൾ, ഞങ്ങൾ ഇത്തരം ആളുകളുടെ പേരുകൾ പോലും പരസ്യമായി പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം ഇത് സമൂഹത്തിന് ഭീഷണിയാണ് ഈ ആളുകൾ. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന പേരിൽ വലിയ ക്യാമ്പയിനുകളൊക്കെ നടത്തുകയും അതിനുവേണ്ടി എന്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ? സംസ്ഥാന മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ പാറായി ബാബു എന്ന DYFI-കാരൻ, അതായത് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് 2 പേരെ കുത്തിക്കൊന്നത് മയക്കുമരുന്ന് തർക്കത്തിന്റെ പേരിൽ. എന്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ? ഈ പാർട്ടിയാണ് CPM-നെയാണ് ആദ്യം ഇവർ ശുദ്ധീകരിക്കേണ്ടത്. ആ പാർട്ടിക്കുള്ളിലാണ് ഇത് കേരളത്തിലെ മയക്കുമരുന്ന് റാക്കറ്റിന്റെ തലവന്മാരും ഏറ്റവും മികച്ച വിതരണക്കാരും നിൽക്കുന്നത്. CPM എന്ന പാർട്ടിക്കുള്ളിലാണ്. ആദ്യം ശുദ്ധീകരിക്കേണ്ട അവരുടെ വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനങ്ങളെയാണ്. തിരുവനന്തപുരത്ത് DYFI, SFI, LSFI ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി സസ്പെൻഡ് ചെയ്തതിന് അവരുടെ വീഡിയോ പുറത്തു വന്നുപോയി. അബദ്ധത്തിൽ വീഡിയോ പുറത്തു വന്നപ്പോ മരുന്ന് ഉപയോഗം നിഷേധിക്കാൻ സാധിക്കുമോ? അപ്പൊ ഇവരുടെ ക്യാമ്പസുകളെ മുഴുവൻ ഇവരുടെ ലഹരിയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. SFI-യുടെ നേതാക്കന്മാർ ക്യാമ്പസിൽ ലഹരി വിൽപ്പനയുടെ തലവന്മാരായി മാറുന്നു. അവരാണ് ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകുന്നത്. ഈ മയക്കുമരുന്നിന്റെ സ്വാധീനപ്പെടുന്ന ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ക്രിമിനൽ ആക്ടിവിറ്റീസിന് ഇവർ തയ്യാറെടുക്കും. ഇതാണ് അതിന്റെ ശരി. വളരെയധികം നന്ദി ശ്രീ ലിജു ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശരണ്യയിലേക്ക് തന്നെ പോകുമ്പോൾ, ശരണ്യ, കഴിഞ്ഞ ദിവസം ഈ ഷാനവാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഈ സജി ചെറിയാൻ പറഞ്ഞത് ഇങ്ങനെയൊരു സ്വത്ത് സമ്പാദിച്ചപ്പോൾ, അതായത് ലോറി വാങ്ങിയപ്പോഴൊന്നും സംഘടനയെ അറിയിച്ചില്ല എന്നുള്ളതായിരുന്നു ഒരു കുറ്റം എന്ന തരത്തിൽ പറഞ്ഞത്. അതിന്റെ പേരിലൊക്കെ അദ്ദേഹം നടപടി നേരിടുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ അങ്ങേയറ്റം ഗൗരവതരമാണ്. ഇജാസ് തന്നെ നേരത്തെ ഏതാണ്ട് 40 ലക്ഷം രൂപയോളം ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തിയതിനൊരു കേസിൽ പ്രതിയായി വന്നിരുന്നു. അവിടെയും ജാമ്യത്തിൽ നിന്നതും ജാമ്യത്തിലിറക്കാൻ സഹായിച്ചതുമെല്ലാം CPIM-ന്റെയും DYFI-യുടെയും നേതാക്കളാണ് എന്ന തരത്തിൽ ആക്ഷേപം ഉയരുന്നു. അതിനുശേഷമാണിപ്പോൾ വിജയകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും? അഭിലാഷ, ആലപ്പുഴയിലെ CPM-നെ സംബന്ധിച്ചുള്ള ബാധിച്ച ജീർണതയുടെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ് ഇതെല്ലാം. കാരണം നമുക്കറിയാം, ഇപ്പോൾ ആലപ്പുഴയിലെ CPM എന്ന് പറയുന്നത് പല നേതാക്കന്മാരിലായി ചുരുങ്ങിയ പാർട്ടിയാണ്. ആ പാർട്ടിക്കുള്ളിൽ ഒരു സംഘടനാ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു തെറ്റ് കാണിക്കുന്ന ഒരു പ്രവർത്തകനെ പുറത്താക്കാനോ ഒന്നും കഴിയില്ല. അവിടെ ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി പലരും പല ചേരികളിലാണ്. അതുകൊണ്ട് തന്നെ ഐക്യകണ്ഠേന ഒരു തീരുമാനമൊന്നും കൈക്കൊള്ളാനായി കഴിയില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ക്രിമിനലുകളായ ആളുകൾ ഉൾപ്പെടെ രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും
ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരായി വന്ന 10ഉം 22ഉം വയസ്സുള്ള ചെറിയ ചെറുപ്പക്കാരാണ് ഈ ലഹരി കേസിലൊക്കെ ധാരാളമായി പ്രതികളായി വന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് നമ്മൾ കൂടുതൽ വാർത്തകളും കൂടുതൽ തെളിവുകളും പുറത്തുവിടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ മറയാക്കുന്നത് ഭരണപക്ഷത്തിരിക്കുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ യുവജന സംഘടനയുടെ മറവിലാണ് ഇത്തരത്തിൽ ലഹരിക്കടത്തടക്കമുള്ള കാര്യങ്ങൾ. അതായത് ഇത്തരം ലഹരിക്കടത്തടക്കമുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി മറയാക്കുകയാണ് ഇത്തരം സംഘടനകളെ എന്നുള്ളതാണ്. പക്ഷേ ഈ സംഘടനകൾ തെളിവ് സഹിതം ദൃശ്യങ്ങൾ സഹിതമൊക്കെ പുറത്തു വരുമ്പോഴും നമുക്കറിയാം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ ഇവരെ കവർ ചെയ്ത് അല്ലെങ്കിൽ സംരക്ഷിച്ച് പിടിക്കുകയാണ്. പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസ്, പാർട്ടി അന്വേഷിക്കുന്ന ഒരു കേസ്, ആ കേസിൽ ആരോപണ വിധേയനായ പ്രധാന അംഗത്തിനെതിരെ ഷാനവാസിനെതിരെ തെളിവില്ലെന്ന് പരസ്യമായി പറയാൻ കഴിയുന്ന രീതിയിലേക്കൊക്കെ CPM മാറിയിരിക്കുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുതിർന്ന നേതാക്കളായ സജി ചെറിയാനെ പോലെയുള്ള ആളുകളൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് ആലപ്പുഴയിലെ CPM-നുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പലർക്കും ഞെട്ടലാണ്. കൂടെ നടക്കുന്ന ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർ ഇങ്ങനെയാണോ എന്നുള്ളത് പല പാർട്ടി പ്രവർത്തകരും നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതിനകത്ത് വിശദമായ ഒരു അന്വേഷണത്തിലേക്കൊന്നും നീങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു മന്ത്രിയായ നേതാവായ ഒരാൾ തന്നെ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം, അതായത് ഇത്തരം ആളുകളെ പുറത്തു കളയണമെന്ന് പറഞ്ഞ അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി R നാസറിന്റെ വീണ്ടുമുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നാസർ പറഞ്ഞത് എങ്ങനെ ഷാനവാസിനെ കുറ്റവിമുക്തനാക്കാനാവും, അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ പാർട്ടി കൂടുതൽ പരിശോധനകൾ ആവശ്യമുള്ളത് കൊണ്ടാണ് പാർട്ടി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആ അന്വേഷണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഒരാൾ കുറ്റവിമുക്തനാവുക എന്നുള്ളതാണ്. അത്തരത്തിൽ പൂർണ്ണമായും ഷാനവാസിനെ തള്ളുകയാണ് CPM ജില്ലാ സെക്രട്ടറി R നാസർ ചെയ്തിട്ടുള്ളത്. അത്തരമൊരു വികാരം സാധാരണ പ്രവർത്തകർക്കിടയിൽ CPM-ൽ ധാരാളമായി ആലപ്പുഴയിലുണ്ട്. കാരണം ഇത്ര പ്രകടമായ തെളിവുകൾ അടക്കം വന്നിട്ടും കേവലം സാങ്കേതികത്വം മാത്രം പറഞ്ഞ് ഇവരെ സംരക്ഷിക്കുന്ന നിലപാട്, നേതാക്കന്മാരുടെ നിലപാടിൽ കടുത്ത അതൃപ്തി സാധാരണക്കാരായ ഈ പാർട്ടിയെ വിശ്വസിക്കുന്ന ആളുകൾക്കുണ്ട്. അത് ആലപ്പുഴ ജില്ലയിൽ പ്രകടമാണ്. പക്ഷേ ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെ എല്ലാത്തിനും കൊടിപിടിക്കുകയും മാധ്യമങ്ങളിൽ വാർത്ത വരിക ചെയ്യുമ്പോൾ മാത്രം സംഘടനാ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന രീതിയിൽ അധപ്പതിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ. തീർച്ചയായും ശരണ്യ സൂചിപ്പിക്കുന്നത് പോലെ പാർട്ടിയിലെ പുഴുക്കുത്തിൽ പാർട്ടിക്കകത്ത് തന്നെ നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തിയുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്.